Hi everyone, welcome to my channel. Set exam paper 2 psychology previous year question papers ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. യൂണിറ്റ് 3 റിസർച്ച് മെത്തഡോളജിയുടെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. പാർട്ട് 1ഉം പാർട്ട് 2ഉം ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പാർട്ട് 3 ആണ്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ പാർട്ട് 1ഉം 2ഉം കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. First question. A research design in which selected value of two or more independent variables are manipulated in all possible combinations so that their independent as well as interactive effect upon the dependent variable may be studied as randomized group design, factorial design, matched group design, within group design. So experimental design രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ബിറ്റ്വീൻ സബ്ജക്ട് ഡിസൈനും വിത്തിൻ സബ്ജക്ട് ഡിസൈനും. വിത്തിൻ സബ്ജക്ട് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലി വൺ ഗ്രൂപ്പ് ഓഫ് പാർട്ടിസിപ്പൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുള്ളൂ. അവർക്ക് ഡിഫറെൻറ്റ് ട്രീറ്റ്മെൻറ്റ് ആയിരിക്കും കൊടുക്കുന്നത്. നേരെ മറിച്ച് ബിറ്റ്വീൻ ഗ്രൂപ്പ് ആണെങ്കിൽ സെപ്പറേറ്റ് ഗ്രൂപ്പ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. സെപ്പറേറ്റ് ഗ്രൂപ്പിന് സെപ്പറേറ്റ് ട്രീറ്റ്മെൻറ്റ്സ് ആയിരിക്കും കൊടുക്കുന്നത്. അതാണ് ബിറ്റ്വീനും വിത്തിനും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. വിത്തിൻ എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരിക്കുള്ളൂ, ഒരു ഗ്രൂപ്പ് ഓഫ് പാർട്ടിസിപ്പൻസിന് തന്നെയായിരിക്കും ട്രീറ്റ്മെൻറ്റ്സ് ഡിഫറെൻറ്റ് ട്രീറ്റ്മെൻറ്റ്സ് കൊടുക്കുന്നത്. ബിറ്റ്വീൻ ഗ്രൂപ്പ്സ് ആയി കഴിയുമ്പം ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് അവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി ബിറ്റ്വീൻ ഗ്രൂപ്പ്സിൽ ഇനിയും ഡിവിഷൻ നടക്കുന്നുണ്ട്. മെയിൻ ആയിട്ട് പറയുന്നതാണ് റാൻഡമൈസ്ഡ് ഗ്രൂപ്പ് ഡിസൈനും ഫാക്ടോറിയൽ ഡിസൈനും മാച്ച്ഡ് ഗ്രൂപ്പ് ഡിസൈനും. റാൻഡമൈസ്ഡ് ഗ്രൂപ്പ് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജക്ട്സ് ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സിലോട്ട് റാൻഡം ആയിട്ട് അസൈൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ റാൻഡമൈസ്ഡ് ഗ്രൂപ്പ് ഡിസൈൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ് ഒരു 3 ഡിവൈഡ് ചെയ്യണം. അപ്പം ഒരു 75 ആളുകളുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അവരെ 25ന് ഒരു കാറ്റഗറിയിലോട്ടും അടുത്ത 25ന് നെക്സ്റ്റ് കാറ്റഗറിയിലോട്ടും അടുത്ത 25ന് നെക്സ്റ്റ് കാറ്റഗറിയിലോട്ട് ഇടുകയാണ്. അപ്പോൾ അങ്ങനെ അസൈൻ ചെയ്യാൻ റാൻഡമായിട്ട് അസൈൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ റാൻഡമൈസ്ഡ് ഗ്രൂപ്പ് ഡിസൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മാച്ച്ഡ് ഗ്രൂപ്പ് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും ബിറ്റ്വീൻ സബ്ജക്ട് ഡിസൈൻ തന്നെയാണ്. സബ്ജക്ട്സ് ആർ മാച്ച്ഡ് ഡിപ്പെൻഡ് അപ്പോൺ മീനിൻ്റെ ബേസിസിൽ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ബേസിസിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പെയറിന്റെ ബേസിൽ. അപ്പോൾ എന്തെങ്കിലും ഒരു മാച്ചിങ് ക്രൈറ്റീരിയ അവിടെ എന്തെങ്കിലും ഉണ്ടായിരിക്കും. അതിന്റെ ബേസിലായിരിക്കും ഓരോ ഗ്രൂപ്പിനെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇനി നേരെ മറിച്ച് ഫാക്ടോറിയൽ ഡിസൈൻ ആണെങ്കിൽ 2 or more ഇൻഡിപെൻഡന്റ് വേരിയബിളിനെ നമ്മൾ സ്റ്റഡി ചെയ്യും. അതിൻ്റെ എല്ലാ പോസിബിൾ കോമ്പിനേഷൻസിനെയും അവിടെ സ്റ്റഡി നടത്തുന്നതിനെയാണ് ഫാക്ടോറിയൽ ഡിസൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നതും ഫാക്ടോറിയൽ ഡിസൈൻ ആണ്. ഇൻഡിപെൻഡന്റ് വേരിയബിൾ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യും. ഇൻ ഓൾ പോസിബിൾ കോമ്പിനേഷൻസ് നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യും. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ഇൻറ്ററാക്റ്റീവ് ഇഫക്റ്റ് എല്ലാം തന്നെ നമ്മളവിടെ സ്റ്റഡി ചെയ്യുകയാണ്. അപ്പം ഇങ്ങനെയുള്ളതിനെ നമ്മൾ പറയുന്നതാണ് ഫാക്ടോറിയൽ ഡിസൈൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ഡിസൈൻ കൺസിസ്റ്റിംഗ് ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റഡി ഓഫ് സെവറൽ ഗ്രൂപ്പ്സ് ഈച്ച് ഫ്രം എ ഡിഫറെൻറ്റ് ജനറേഷൻ ഈസ് between group design, cohort design, factorial design, matched group design. So the answer is cohort design ആണ്. അപ്പം ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യത്തിനെ പറ്റിയിട്ട് നമ്മൾ കുറേ കാലം പഠിക്കുന്നതിനെയാണ് നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റഡി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റഡി ഓഫ് സെവറൽ ഗ്രൂപ്പ്സ് വ്യത്യസ്തമായിട്ടുള്ള അങ്ങനെ പല ഗ്രൂപ്പുകളെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ നമ്മൾ കൊഹേർട്ട് ഡിസൈൻ ആണ് ഉപയോഗിക്കുക. നെക്സ്റ്റ് വൺ. In which of the following hypothesis is a true experiment indicated? Young offenders have poor impulse control than non-offending youth. Children who view a film promoting helping behavior show more altruistic behavior than children who view a neutral film. PGN on an intermittent schedule of reinforcement emit pecking behavior that is more resistant to extension than PGN on a continuous schedule. Women rate pornography as less interesting than men do. അപ്പം ട്രൂ എക്സ്പെരിമെൻ്റ് ആപ്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ 4 ഹൈപ്പോത്തസിസ് തന്നിട്ടുണ്ട്. അതിൽ ട്രൂ എക്സ്പെരിമെൻ്റ് ഏതാണെന്നുള്ളത്. ട്രൂ എക്സ്പെരിമെൻ്റ് എന്ന് പറയുമ്പോൾ അവിടെ റാൻഡം അസൈൻമെൻറ്റും റാൻഡം സെലക്ഷനും അവിടെ ഉണ്ടായിരിക്കണം. 2 ഗ്രൂപ്പുകൾ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. അതായത് ഓപ്ഷൻ 2ഉം 3ഉം ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. Next one.
Pulse rate is measured in 10 patients before and after administration of a new anti-anxiety drug. The mean pulse rate before the drug is given is 84 and after the drug is given is 72. The appropriate statistical test to be used here is അതായത് 10 പേഷ്യൻസിന് അതായത് സെയിം പേഷ്യൻസ് ആണ്. അപ്പോൾ 10 പേഷ്യൻസിന് പൾസ് റേറ്റ് ചെക്ക് ചെയ്യാണ്. അതായത് മുമ്പും ആൻറ്റി ആൻസൈറ്റി ഡ്രഗ് കൊടുക്കുന്നതിന് മുമ്പും ശേഷവും. അപ്പം പൾസ് റേറ്റ് ആ ഡ്രഗ് കൊടുക്കുന്നതിന് മുമ്പ് 84 ആയിരുന്നു, ഡ്രഗ് കൊടുത്തതിന് ശേഷം 72 ആയിരുന്നു. അപ്പോൾ ഇവിടുത്തെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്നത് പെയർഡ് ടി ടെസ്റ്റ് ആണ്. ഓക്കെ. ക്വാസി എക്സ്പെരിമെന്റൽ ഡിസൈൻ എന്താന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. റാൻഡം അസൈൻമെന്റ് ഓഫ് സബ്ജക്ട് ടു ട്രീറ്റ്മെന്റ് കണ്ടീഷൻ ഓഫൺ not possible. Self-selection of subject into study group poses a threat to internal reliability. Group equivalence can be maintained through random selection. Pre-test, post-test control group design is a quasi-experimental design. അപ്പം എക്സ്പെരിമെന്റൽ ഡിസൈന് 3 ടൈപ്പ് ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. പ്രീ എക്സ്പെരിമെന്റ് ഡിസൈൻ, ക്വാസി എക്സ്പെരിമെന്റ് ആൻഡ് ട്രൂ എക്സ്പെരിമെന്റ്. അപ്പം ട്രൂ എക്സ്പെരിമെന്റും അതുപോലെ തന്നെ ക്വാസി എക്സ്പെരിമെന്റും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാസി എക്സ്പെരിമെന്റിലെ റാൻഡം അസൈൻമെന്റ് പോസിബിൾ അല്ലെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. അപ്പം ഇവിടുത്തെ ആൻസർ വരുന്നത് ബി ആണ്. അതായത് 1ഉം 2ഉം ആണ് ഇവിടെ ക്വാസി എക്സ്പെരിമെന്റിന്റെ ഓപ്ഷൻ ആയിട്ട് വരുന്നത്. റാൻഡം അസൈൻമെന്റ് ഇവിടെ പോസിബിൾ അല്ല. സെൽഫ് സെലക്ഷൻ ഓഫ് ദ സബ്ജക്ട് അത് ഇന്റേണൽ റിലയബിലിറ്റിക്ക് ഒരു ത്രെട്ട് ആണ്. പിന്നെ പ്രീ ടെസ്റ്റ്, പോസ്റ്റ് ടെസ്റ്റ്, കൺട്രോൾ ഗ്രൂപ്പ് ഡിസൈൻ എന്ന് പറയുന്ന ഒരു ക്വാസി എക്സ്പെരിമെന്റൽ ഡിസൈൻ അല്ല, അത് ട്രൂ എക്സ്പെരിമെന്റൽ ഡിസൈൻ ആണ്. ഓക്കെ. Next one, which of the following is not a single subject experimental design? Single subject experiment അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. AB design, AB design, ACA design, case study. അപ്പോൾ സിംഗിൾ സബ്ജക്ട് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് ഒരു പാർട്ടിസിപ്പന്റിനെ വെച്ച് സ്റ്റഡി നടത്തുന്നതിനെയാണ് സിംഗിൾ സബ്ജക്ട് എക്സ്പെരിമെന്റൽ ഡിസൈൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം ഇത് കൂടുതൽ ഇന്റർവെൻഷൻ സ്റ്റഡീസ് ഒക്കെ ആയിരിക്കും ഉണ്ടായിരിക്കും. അപ്പോൾ AB ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ എന്ന് പറയുന്നത് അവരുടെ ഇപ്പം ഒരു കുട്ടീനെ എടുക്കുകയാണെങ്കിൽ ആ കുട്ടിയുടെ ബേസിക് ആയിട്ടുള്ള ബിഹേവിയർ എന്താണെന്നുള്ളത് ചെക്ക് ചെയ്യും, എന്നിട്ട് ഇന്റർവെൻഷൻ എന്താണെന്നുള്ളത് കൊടുക്കും. ഓക്കെ. ഇനി AB ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അതിന്റെ ബേസ് ലൈൻ സ്വഭാവം എന്താണെന്നുള്ളത് നോക്കും, പിന്നെ ഇന്റർവെൻഷൻ കൊടുക്കും, പിന്നെ നമ്മൾ ബേസ് ലൈനിൽ പോകും, പിന്നെ ഇന്റർവെൻഷൻ കൊടുക്കും. ഓക്കെ. അതാണ് AB എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ACA എന്ന് പറയുമ്പോൾ ബിയും സിയും എന്ന് പറയുന്ന 2 ട്രീറ്റ്മെന്റ് ആയിരിക്കും കൊടുക്കുന്നത്. ഓക്കെ. ഇനി 4th വൺ കേസ് സ്റ്റഡി. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് കേസ് സ്റ്റഡി ആണ്. ബാക്കി 3 എണ്ണോ സിംഗിൾ സബ്ജക്ട് എക്സ്പെരിമെന്റ് ഡിസൈൻ ആണ്. കേസ് സ്റ്റഡി സിംഗിൾ എക്സ്പെരിമെന്റ് ഡിസൈൻ അല്ല. Next one, which of the following is an experimental design that has 2 or more groups of subject each being tested by a different testing factor simultaneously? Within group design, between group design, factorial design, mixed subject design. ഇവിടെ ചോദിച്ചിട്ടുള്ളത് 2 or more groups of subjects എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ബിറ്റ്വീൻ ഗ്രൂപ്പ് ഡിസൈൻ ആണ്. ഇവിടെ 2 or more ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്നല്ല ചോദിച്ചിട്ടുള്ളത്, 2 or more ഗ്രൂപ്പ്സ് ഓഫ് സബ്ജക്ട്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ബിറ്റ്വീൻ ഗ്രൂപ്പ് ഡിസൈൻ ആണ് ആൻസർ. നെക്സ്റ്റ് വൺ അസേർഷൻ റീസൺ ആണ്. ഇൻ എ ഫാക്ടോറിയൽ ഡിസൈൻ ദ ഇഫക്റ്റ് ഓഫ് വേരിയിങ് മോർ ദാൻ 1 ഫാക്ടർ ക്യാൻ ബി ഡിറ്റർമൈൻഡ്. റീസൺ ഇൻ ദിസ് ഡിസൈൻ the extraneous variable to be controlled by homogeneity is called the control variables. അസേർഷനും റീസണും ഇൻഡിപെൻഡന്റ്ലി കറക്റ്റ് ആണ്. നെക്സ്റ്റ് വൺ എക്സ്പെരിമെന്റൽ റിസർച്ച് യൂഷ്വലി study a wide range of variables, record data objectively, establish associational relationship, creates an artificial settings that limit the generality of findings. എക്സ്പെരിമെന്റൽ റിസർച്ച് എന്ന് പറയുമ്പോൾ എക്സ്പെരിമെന്റൽ റിസർച്ചിൽ നമുക്ക് വൈഡ് റേഞ്ച് ഓഫ് വേരിയബിൾസിനെ നമുക്ക് പഠിക്കാനായിട്ട് പറ്റില്ല. റെക്കോർഡ്സ് ഡാറ്റ ഒബ്ജക്റ്റീവ്ലി, ഡാറ്റ നമ്മൾ ഒബ്ജക്റ്റീവ്ലി റെക്കോർഡ് ചെയ്യും. എസ്റ്റാബ്ലിഷ് അസോസിയേഷണൽ റിലേഷൻഷിപ്പ്. എക്സ്പെരിമെന്റൽ റിസർച്ച് എന്ന് പറയുമ്പോൾ അസോസിയേഷണൽ റിലേഷൻഷിപ്പ് അല്ല നമ്മൾ നോക്കുന്നത്, കോസ് ആൻഡ് ഇഫക്റ്റ് ആണ് നമ്മൾ നോക്കുന്നത്.
then create an artificial setting that limit the generality of findings. അപ്പം 2ഉം 4ഉം ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. Next one, a quasi-experimental research design which consists of a sequence of baseline treatment followed by a change in the independent variable and then sequence of post-intervention measurement is called interrupted time series design, non-equivalent group design, one group pretest post-test design, equivalent group design. Answer is interrupted time series design. Homoscedasticity is an assumption of chi-square test, regression analysis, two-way ANOVA, partial correlation. Answer is regression analysis. Regression analysis inde ഒരു assumption ആണ് homoscedasticity. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ റെസിഡ്യൂവൽ വാല്യൂ എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. റെസിഡ്യൂവൽ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്സർവ്ഡ് വാല്യൂവും വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസസ് ആണ്. അതായത് ഡിപ്പെൻഡന്റ് വേരിയബിളിലുള്ള ഒബ്സർവ്ഡ് വാല്യൂവും അതുപോലെ തന്നെ പ്രെഡിക്റ്റഡ് വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസസിനെയാണ് നമ്മൾ റെസിഡ്യൂവൽ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഹോമോസെഡാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റെസിഡ്യൂവൽ വാല്യൂ ഈക്വലി ആണോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതാണെങ്കിൽ അതിന് നമ്മൾ ഹോമോസെഡാസ്റ്റിസിറ്റി എന്ന് പറയും. ഇനി ഈക്വലി അല്ല, ഒരു ക്ലസ്റ്റർ ആയിട്ടാണ്, അല്ലെങ്കിൽ കുറച്ച് വാല്യൂ അല്ല ഒരു സ്ഥലത്ത്, കുറച്ച് വാല്യൂ അല്ല വേറെ സ്ഥലത്ത്, അങ്ങനെയാണ് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ ഹെട്രോസെഡാസ്റ്റിസിറ്റി ആയിട്ടാണ് പറയണത്. ഓക്കെ, ഇപ്പം ഒരു സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മളൊരു എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ചിട്ട് നമ്മളൊരു 4 ബോക്സ് ആയിട്ട് സങ്കല്പിക്കുക. 4 ബോക്സ് ആയിട്ട് സങ്കല്പിച്ച് കഴിഞ്ഞിട്ട് ഈ 4 ബോക്സിലും ഈക്വലി ആയിട്ടാണോ ഡാറ്റ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഈക്വലി ഡാറ്റ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതാണെങ്കിൽ അതിന് നമുക്ക് ഹോമോസെഡാസ്റ്റിസിറ്റി എന്ന് പറയാം. അല്ലെങ്കിൽ ഒന്നാമത്തെ ബോക്സിൽ ഒരു 2 എണ്ണേ ഉള്ളൂ, രണ്ടാമത്തെ ബോക്സിൽ ഒരു 3 എണ്ണം ഉണ്ട്, മൂന്നാമത്തെ ബോക്സിൽ ഒരു 5 എണ്ണം ഉണ്ട്, നാലാമത്തെ ബോക്സിൽ ഒരു 10 എണ്ണം ഉണ്ട്, അതെല്ലാം ഒരുമിച്ചാണ് ഇരിക്കുന്നത്. അങ്ങനെ വരുമ്പം അതിന് നമ്മൾ ഹെട്രോസെഡാസ്റ്റിസിറ്റി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം റെസിഡ്യൂവൽ വാല്യൂസ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതാണെങ്കിൽ അതിന് നമ്മൾ ഹോമോസെഡാസ്റ്റിസിറ്റി എന്ന് പറയും. അപ്പോൾ റിഗ്രഷൻ അനാലിസിസിന്റെ ഒരു അസംഷൻ ആണ് ഹോമോസെഡാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, if you want to make prediction regarding how much you would weight based on how much you eat, which statistical analysis would better help you? Chi-square, two-way ANOVA, regression analysis, partial correlation. അപ്പോൾ ഇവിടെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത്, അതായത് നമ്മൾ എത്ര ഭക്ഷണം കഴിച്ചാലാണ് നമ്മൾ എത്ര വെയിറ്റ് ആകും എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഏത് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് വെച്ചിട്ടാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് റിഗ്രഷൻ അനാലിസിസ് വെച്ചിട്ടാണ്. റിഗ്രഷൻ അനാലിസിസ് ആണ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട്, വേരിയബിൾസ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത് റിഗ്രഷൻ അനാലിസിസിലൂടെയാണ്. നെക്സ്റ്റ് വൺ, assertion reason question ആണ്. Randomization is a process by which each participant has the same chance of being assigned to either experimental group or control group. Reason, this does not control for the influence of extraneous variable. അപ്പം റാൻഡമൈസേഷൻ എന്ന് പറയുന്നത് തന്നെ എന്താണ്, 2 ഗ്രൂപ്പിന് ഈക്വൽ ചാൻസ് കിട്ടുന്നുണ്ട്. എക്സ്പെരിമെന്റൽ ഗ്രൂപ്പിലും കൺട്രോൾ ഗ്രൂപ്പിലും പോകാനായിട്ടുള്ള ഈക്വൽ ചാൻസ് കിട്ടുന്നുണ്ട്. അപ്പോൾ അസേർഷൻ എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. ദിസ് ഡസ് നോട്ട് കൺട്രോൾ ഫോർ ദി ഇൻഫ്ലുവൻസ് ഓഫ് എക്സ്ട്രേനിയസ് വേരിയബിൾ. ഇത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, സോ ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ്. എ ഈസ് ട്രൂ ബട്ട് ആർ ഈസ് false. Next one, the curve used to illustrate discrimination power and item difficulty of test item. ROC curve, normal probability curve, Ebbinghaus curve, ICC. ROC curve എന്ന് പറയുന്നത് റിസീവിംഗ് ഓപ്പറേറ്റിംഗ് കർവ് ആണ്. ഇത് സിഗ്നൽ ഡിറ്റക്ഷൻ തിയറിയിൽ വരുന്നതാണ്. ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ICC കർവ് ആണ്, അതായത് ഐറ്റം ക്യാരക്ടറിസ്റ്റിക്സ് കർവ് ആണ്. ഇത് ഒരു ടെസ്റ്റ് ഐറ്റത്തിൽ കറക്റ്റ് ആയിട്ട് ആൻസർ തന്നിട്ടുണ്ട്, അവരുടെ അണ്ടർലൈൻ എബിലിറ്റിക്ക് അനുസരിച്ചുള്ള കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണോ തന്നിട്ടുള്ളത് എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടി, അതിന്റെ പ്രോബബിലിറ്റി ചെക്ക് ചെയ്യുന്നതാണ് ഐറ്റം ക്യാരക്ടറിസ്റ്റിക്സ് കർവ് എന്ന് പറയുന്നത്. Next one, assertion reason question ആണ്. Total variance of test score is the sum of the true variance and error variance. Reason, true score and error scores are independent of each other.
ഇത് ക്ലാസിക്കൽ ടെസ്റ്റ് തിയറിയിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. ഒരു ഐറ്റം നമ്മൾ കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ രണ്ട് തിയറിയാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ക്ലാസിക്കൽ ടെസ്റ്റ് തിയറിയും അതുപോലെ തന്നെ ഐറ്റം റെസ്പോൺസ് തിയറി. അപ്പോൾ ഇത് ക്ലാസിക്കൽ ടെസ്റ്റ് തിയറിയാണ്. ക്ലാസിക്കൽ ടെസ്റ്റ് തിയറി മെഷർ ചെയ്യുന്ന ഒരു ഹോൾ ടെസ്റ്റിനെ അല്ലെങ്കിൽ ഒരു ഹോൾ ടെസ്റ്റിൻ്റെ അക്യുറസിയാണ് നമ്മളിവിടെ മെഷർ ചെയ്യുന്നത്. അപ്പം ഇവിടുത്തെ ട്രൂ എബിലിറ്റി എന്താണ്, ഒരു പേഴ്സൻ്റെ ട്രൂ എബിലിറ്റി എന്താണെന്നുള്ളതാണ് നമ്മളിവിടെ, അല്ലെങ്കിൽ ഒരു ലേറ്റന്റ് എബിലിറ്റി എന്താണെന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടുത്തെ അസേർഷൻ എന്ന് പറയുന്നത് ടോട്ടൽ വേരിയൻസ് ഓഫ് ടെസ്റ്റ് സ്കോർ ഈസ് ദ സം ഓഫ് ട്രൂ വേരിയൻസ് ആൻഡ് എറർ വേരിയൻസ്. അത് കറക്റ്റ് ആണ്. റീസൺ പറയുന്നത് ട്രൂ സ്കോർ ആൻഡ് എറർ സ്കോർ ആർ ഇൻഡിപെൻഡന്റ് ഓഫ് ഈച്ച് അതർ. ട്രൂ സ്കോറും എറർ സ്കോറും അൺറിലേറ്റഡ് ആയിട്ടാണ് പറയുന്നത്. അപ്പം അസേർഷനും റീസണും ഇതിന്റെ കറക്റ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. Scales which are developed on ad hoc basis and are designed largely through researchers' own subjective selection of items are called summative scale, consensus scale, differential scales and arbitrary scale. So the answer is arbitrary scales ആണ്. റിസർച്ചറിന്റെ സബ്ജക്റ്റീവ് സെലക്ഷൻ ആണ്. അപ്പോൾ അത് arbitrary scales ആയിരിക്കും. Next one. The method developed by Likert for the construction of attitude scale was named later by Bird as method of equal appearing intervals, method of summative rating, cumulative scale, method of rank order. Answer is method of summative ratings. Next one. The process of constructing a Guttman scale is called scaleogram analysis, Guttman analysis, item analysis, Guttman scaling. The answer is scaleogram analysis. ആറ്റിറ്റ്യൂഡ് സ്കെയിൽ എന്നുള്ള ചോദ്യമാണിത്. അപ്പം ആറ്റിറ്റ്യൂഡ് സ്കെയിൽ ഡിഫറെൻറ്റ് സ്കെയിൽസ് യൂസ് ചെയ്യുന്നുണ്ട്. സ്കാലോഗ്രാം, ഗട്ട്മാൻ സ്കാലോഗ്രാം, തേഴ്സ്റ്റൻസ് ലോ ഓഫ് കമ്പാരറ്റീവ് ജഡ്ജ്മെൻറ്റ്, ലൈക്കേർട്ട് സ്കെയിൽ, സ്റ്റേപ്പിൾ സ്കെയിൽ, സെമാൻറ്റിക് ഡിഫറൻഷ്യൽ സ്കെയിൽ, ഇങ്ങനെ പലതരത്തിലുള്ള സ്കെയിൽസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് പ്രോസസ് ഓഫ് കൺസ്ട്രക്ടിങ് എ ഗട്ട്മാൻ സ്കെയിലാണ്. ഗട്ട്മാൻ സ്കെയിൽ, ഗട്ട്മാൻ സ്കാലോഗ്രാം സ്കെയിലാണ് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് സ്കാലോഗ്രാം അനാലിസിസ് ആണ്. നെക്സ്റ്റ് വൺ. Cumulative scale is also known as summated scale, scaleogram analysis, multidimensional scale, arbitrary scale. Answer is scaleogram analysis ആണ്. ബൊഗാഡസ് 1924ലാണ് ക്യുമുലേറ്റീവ് സ്കെയിൽ ഡെവലപ്പ് ചെയ്ത് അല്ലെങ്കിൽ സ്കാലോഗ്രാം ഡെവലപ്പ് ചെയ്തത്. ഇതൊരു യൂണിഡൈമെൻഷണൽ സ്കെയിലാണ്, ക്യുമുലേറ്റീവ് ഇൻ നേച്ചർ ആണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. If in attempting to compare two treatment groups, your analysis accepts the null hypothesis, it means that there is no difference between two groups. There is a difference between the two groups. Any difference between the two groups that do not exist are valid. Research hypothesis is accepted. അപ്പോൾ നൾ ഹൈപ്പോത്തസിസ് രണ്ട് ഗ്രൂപ്പ് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നൾ ഹൈപ്പോത്തസിസ് ആണ് അക്സെപ്റ്റ് ചെയ്തതെന്നാണ് പറയുന്നത്. അപ്പോൾ അത് എന്താ മീൻ ചെയ്യുന്നതെന്നാണ്. അപ്പോൾ നൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുമ്പോൾ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ എന്താണ് റിലേഷൻഷിപ്പ് ഒന്നും ഇല്ല അല്ലെങ്കിൽ ഡിഫറൻസ് ഇല്ല എന്ന് പറയുന്നതാണ് നമ്മൾ നൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ വരുമ്പോൾ ആൻസർ there is no difference between two groups. അപ്പോൾ രണ്ട് ഗ്രൂപ്പ് തമ്മിൽ ഇവിടെ ഡിഫറൻസ് ഇല്ല എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.